ഈ ആധുനിക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ന്യൂ ജനറേഷൻ സാഹിത്യം, ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കാലാതികാലം മനുഷ്യൻ്റെ സംസ്കാരം തുടങ്ങിയ മുതൽ ഓരോ ജനറേഷൻ വരുമ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ പലരും പറയുന്നുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് ന്യൂ ജനറേഷനിലുള്ള സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതാനും ദിവസം കഴിഞ്ഞാൽ ഇത് വിസ്മരിക്കപ്പെടുന്നു. നേരെ മറിച്ച് വിശ്വസാഹിത്യം എന്ന് പറയുന്നതല്ല, വിശ്വസിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ മക്കിനാസ് ഗോൾഡ് അല്ലെങ്കിൽ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ പ്രസക്തി ഇന്നും നഷ്ടപ്പെടുന്നില്ല. ഡോക്ടർ ശിവാഗോ ഇങ്ങനെ നടന്നിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസിക്സിൽ പെടുന്നതാണ്. ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് വരുന്ന അതെല്ലാം ആ ഒരു ഈ മഴയത്ത് മുളച്ച തകര പോലെ അല്ലെങ്കിൽ കൂണ് പോലെ അസ്തമിച്ച് പോവുകയും ചെയ്യുന്നു പാട്ടുകൾ, സിനിമ. അതുപോലെ ഇന്നത്തെ ആളുകളുടെ കാഴ്ചപ്പാടും അവരിങ്ങനെ ഈ ജീവിതം ആടിത്തകർക്കുക, പാടിത്തമർക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. കുറെ കഴിയുമ്പോൾ ഇതിലൊരു മടുപ്പ് തോന്നിയിട്ട് ആൾക്കാർ പലരും എന്ത് ചെയ്യണമെന്നുള്ള അനിശ്ചിതത്തിൽ അവസാനം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുകയും പലപ്പോഴും അത് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറയേണ്ട കാര്യമില്ല, നല്ലത് എന്നും നിലനിൽക്കും. ന്യൂ ജനറേഷൻ ഇപ്പോൾ വരുന്ന സിനിമകളിലും നല്ല സിനിമകളുണ്ട്. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് പ്രിയദർശൻ എടുത്ത കാഞ്ചീപുരം അത് ന്യൂ ജനറേഷൻ സിനിമ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊക്കെ എന്നും നിലനിൽക്കുന്ന, കാരണം മണ്ണിൻ്റെ മണവും ഗന്ധമുള്ള സാഹിത്യവും സിനിമയും കലയും മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ഉപകരണങ്ങൾ കൊണ്ട് മാത്രം ഇന്ന് പലരും പറയുന്നത് സാങ്കേതിക വിദ്യ പുരോഗമിച്ചു. പലപ്പോഴും നമ്മൾ സിനിമയൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാട്ട് ശബ്ദത്തിൽ മുങ്ങിപ്പോവുകയാണ്. വരികൾ പോലും എന്താണെന്ന് മനസ്സിലാകാൻ പറ്റില്ല. ചെവിക്കല്ലിളകുന്ന ഡ്രമ്മിൻ്റെ ഒച്ച കേട്ട് പലപ്പോഴും കാതുകുത്തേണ്ട സാഹചര്യമാണുള്ളത്. അതുപോലെ വേഷവിധാനങ്ങളിലും എല്ലാം ഈ മാറ്റം കാണുന്നുണ്ട്. ഒരു കാലത്ത് പറഞ്ഞിരുന്ന പാരീസിൽ ഇന്ന് കാണുന്ന ഫാഷനുള്ള നാളെയാണ്. പാരീസിലെ ഫാഷൻ ആണ് ഇപ്പോൾ ഇവിടെ അനുകരിക്കുന്നത്. കാരണം ഓരോ സിനിമയിൽ വരുന്ന വേഷങ്ങൾ ഇട്ടിട്ട് അത് എന്തിനാണ് ഇടുന്നത്, ശ്രദ്ധ ആകർഷിക്കാനാണോ, എന്താണ് അതുകൊണ്ട് നേട്ടം എന്ന് ഇവർക്കറിയില്ല. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നിട്ട വഴികളൊക്കെ ശരിയായിരുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ നൈരാശ്യം ബാധിക്കുന്നത്. അങ്ങനെ ബാധിക്കുന്ന ആൾക്കാരാണ് പിന്നെ തീവ്രവാദത്തിലേക്കും വർഗീയവാദത്തിലേക്കും ചില പണം കിട്ടാവുന്ന മാർഗങ്ങളിലേക്ക്, ഏത് മാർഗങ്ങളിലേക്കും തിരിയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ന് തീവ്രവാദത്തിന് പ്രസക്തിയേറി വരികയാണ്. പട്ടിണിയും ദാരിദ്ര്യമാണ്. അതിനെ ചൂഷണം ചെയ്തിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് ആകർഷിക്കുന്നത്. പിന്നെ ഒരു തരത്തിൽ ബ്രെയിൻ വാഷിങ്ങും ഉണ്ട്. പിന്നെ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ഇവരെ അതിൻ്റെ അടിമകളാക്കി അവരെ അവർ പറയുന്ന വിധത്തിൽ
ചെയ്യാനും പ്രാപ്തരൊക്കെയാണ്. അപ്പം നമ്മൾ കാർ ബോംബ് എന്നൊക്കെ കേൾക്കാറുണ്ട്. സ്വയം മരിക്കാൻ തയ്യാറായിട്ട് പോലും, കാരണം ഇവരൊക്കെ ജീവിത നൈരാശ്യം വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ ജീവിച്ചിരിക്കുന്നതിൽ അവർ യാതൊരു അർത്ഥവും കാണുന്നില്ല. അപ്പോൾ ഇത് കൊണ്ട് അവർക്ക് ലാവിഷായിട്ടുള്ളൊരു ജീവിതം കഴിഞ്ഞിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഈ ആത്മഹത്യാ സ്ക്വാഡിലൊക്കെ ചേരുന്നത്. അറിയാഞ്ഞിട്ടല്ല, അവർ മരിച്ചു പോകുമെന്ന് അറിയാം. അപ്പോൾ ആധുനിക യുഗത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ ഒരു ന്യൂനതയായിട്ട് നമുക്കെടുത്ത് പറയാനുള്ള ലക്ഷ്യബോധം. പലരും പറയുന്നുണ്ട് ആധുനിക യുഗത്തിലെ ആളുകൾക്കാണ് ലക്ഷ്യങ്ങളുള്ളത്. ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ ചൊവ്വയിലോ പോയി പിന്നെ അവിടെ വീട് വയ്ക്കുന്നതും ഹോട്ടൽ തുടങ്ങുന്നതാണ് ലക്ഷ്യമായിട്ട് പലരും കരുതുന്നത്. ജീവിതത്തിൽ മനുഷ്യനെ ഏറ്റവും ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും. അത് ഈ ന്യൂ ജനറേഷൻ എത്രമാത്രം ഉണ്ടെന്ന് ഈ ന്യൂ ജനറേഷൻകാരുടെ നീക്കങ്ങൾ പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പലയിടത്തും നമ്മൾ ഇവരെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇന്ന് ലോകത്തിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളെക്കുറിച്ചും ബേജാറില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ SMS പോലെയുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് കുറച്ച് പേര് അങ്ങോട്ട് SMS അയച്ചിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി അത് ഈ ചായക്കൊപ്പയിലെ കൊടുമ്പുകാറ്റ് പോലെ അവസാനിക്കാറാണ്. ഉദാഹരണത്തിന് അന്നാ ഹസാരയുടെ മൂവ്മെൻറ്റ്, അത് ഒരു വലിയ മൂവ്മെൻ്റായിട്ട് ഇവിടെ ഒറ്റയടിക്ക് അഴിമതി തുടച്ചു നീക്കുന്നൊക്കെ ചിലർ ഉദ്ഘോഷിച്ചു. പക്ഷേ അത് മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അണ്ണാ ഹസാരെക്കുറിച്ചൊരു ഗാന്ധിയൻ ഗാന്ധി ജയന്തി ദിവസത്തിൽ പറഞ്ഞത് അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് വെച്ചപ്പോൾ അതൊരു മിമിക്രി ആയിരുന്നെന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു മിമിക്രി തന്നെയായിരുന്നു. കാരണം രണ്ടാം ഗാന്ധി എന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ്. ഗാന്ധിയെ മഹാത്മാവെന്ന് വിളിച്ചത് ഗാന്ധിയല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നെൽസൺ മണ്ടയുടെ എല്ലാ വാക്കുകളും ഈ അവസരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾ ഞങ്ങൾക്ക് മോഹൻദാസിനെ തന്നോ, ഞങ്ങൾ നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയെ തന്നോ. കാരണം ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. അവിടെയാണ്, അതോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയ ഗാന്ധിയല്ല തിരിച്ചു വരുന്നത്. വെറും മോഹൻദാസ് മഹാത്മാഗാന്ധിയായിട്ട് തിരിച്ചു വരികയാണ്. അതാണ് നെൽസൺ മണ്ടേല അങ്ങനെ പറയാൻ കാരണം. ഇന്ന് പലരും അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ന് ഉള്ള പാശ്ചാത്യ സംഗീതം, ജാസ് ഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയുള്ള സംഗീതം, ഇതെല്ലാം കർണകടപരമായിട്ടാണ് സാധാരണയുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. ഇവര് മദ്യത്തിൻ്റെ ലഹരിയിലൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അപ്പോൾ അതിൻ്റെ സംഗീതം അവർ ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഇത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള അതാണ് കർണാടക സംഗീതം എന്നൊക്കെ പറയുന്നത്. ഈ കർണാടക സംഗീതവും പാശ്ചാത്യ സംഗീതവും കൂടി കേട്ട് പാശ്ചാത്യർ തന്നെ കർണാടക സംഗീതത്തിലും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ പാശ്ചാത്യ പൗരസ്ത്യ കലകളോടും ആകർഷിക്കപ്പെട്ട് ഒരുപാട് പേര് അത് പഠിക്കാനും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പത്മ രാമേന്ദ്രൻ, പറ്റാ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ നർത്തകിയുടെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം അവരൊരു പ്രിയ എന്ന് പറഞ്ഞൊരു ഫ്രാൻസിലെ ഒരു പെൺകുട്ടിയാണ് ഡാൻസ് പഠിക്കാൻ വന്നിരിക്കുന്നത്. അവർ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഡാൻസിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഒരു വേദിയിൽ വെച്ച് അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ചെറുപ്പത്തിലെ ഡാൻസിന് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഡാൻസ് അതിനെക്കുറിച്ചും പത്മ സുബ്രഹ്മണ്യത്തെ കുറിച്ചും കേട്ടപ്പോൾ അവർ നല്ലൊരു നർത്തകിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരു കാലത്ത് ഈയാമ്പാറ്റകളെ പോലെ പാശ്ചാത്യരാണ് എല്ലാ കാര്യത്തിലും കേമന്മാരെന്നുള്ളൊരു
ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരും പാശ്ചാത്യരെ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇന്നെല്ലാം അതെല്ലാം തെറ്റായിരുന്നു. അവര് പിന്നെ പോയിരുന്നത് പിന്നെ എന്തോ ഒന്നും അറിയാതെ ഇങ്ങനെ വെറുതെ അനുകരിക്കുകയായിരുന്നു. ഒന്നും അറിയാൻ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പാശ്ചാത്യർ നമ്മളെ രാജ്യങ്ങളിൽ വന്ന് സന്ദർശിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറഞ്ഞാൽ അവർ ശരിക്ക് ജീവിതത്തെക്കുറിച്ച് എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവർ ധരിക്കുന്നത് കുറേ പണമുണ്ടായി കുറേ ആർഭാടങ്ങൾ നടത്തുന്നതാണ് ജീവിതം. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മടുപ്പ് ഉളവാകുമ്പോഴാണ് പിന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള അനിശ്ചയത്തിലാണ് പിന്നെ ഈ മോഹഭംഗം വന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് വഴുതി മാറുന്നതും ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ തിരിയുന്നതും. അങ്ങനെ അവർ ഹ്രസ്വമായിട്ട് പലരും സൂയിസൈഡ് ചെയ്യും. അതുതന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, IT ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. IT ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഡൈവേഴ്സ് നടക്കുന്നത്. കാരണം ചില ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് കരുതുന്ന ആൾക്കാരാണ് IT ഫീൽഡിലേക്ക് പോകുന്നത്. കുറേ കഴിയുമ്പോൾ അവരുടെ ടെൻഷനും അവർ തിരഞ്ഞെടുക്കുന്ന പിന്നെ ഇണകളും പരസ്പരം അവർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരുന്ന അവസരത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് മാതൃഭൂമിയിലൊരു ഫീച്ചർ വായിച്ചു. അകലാൻ എന്ത് എളുപ്പം എന്നാണ് അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ആദ്യ ലക്കത്തിൽ കൊടുത്തിരുന്നത്. കാനഡയിലുള്ള ഒരു എൻജിനീയർ ബാംഗ്ലൂരിലുള്ള ഒരു എൻജിനീയർ സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. വിവാഹരാത്രി ജോലി രാജിവെച്ച് തൻ്റെ കൂടെ വരാൻ പറയുന്ന ഭർത്താവിനോട് ആ വധു പറയുന്നത്, എനിക്കിപ്പോൾ 80,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, ഉടനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അത് 1,00,000 കവിയും, അതുകൊണ്ട് കാനഡയിലേക്ക് വരാൻ പറ്റില്ല. പിറ്റേ ദിവസം തന്നെ അവർ ജോയിൻ്റ് ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കുകയാണ്. അതാണ് അകലാൻ എന്ത് എളുപ്പം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ ദാമ്പത്യം. ഇന്ന് അതിനെപ്പോലെ ന്യായീകരിക്കുന്നവരുണ്ട്. കാരണം അവനവന് കരുതുന്നതാണ് സുഖം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സുഖം അനുഭവിക്കുന്ന ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ജീവിച്ച് മതിയായി എന്നുള്ള ആ സങ്കല്പത്തിലാണോ അതോ എന്ത് ചെയ്യണമെന്നറിയാതെ അനിശ്ചയത്തിലാണോ? ഇതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ടതും പിന്നെ പഠിക്കേണ്ടതുമാണ്. ഇന്ന് ഉള്ള ന്യൂ ജനറേഷനുള്ള പ്രധാന കുഴപ്പത്തിന് കാരണം അവരുടെ പാരൻസ് തന്നെയാണ്. കാരണം മക്കളെ നല്ല പൗരന്മാരോ നല്ല മനുഷ്യരോ സംസ്കാരം ഉണ്ടാക്കുന്നതിന് പകരം അവർ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ആളുകളായിട്ട് പണം എറിഞ്ഞ് പണം വാരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പല മാതാപിതാക്കൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് വലിയ വൻകിട സ്കൂളുകളിലൊക്കെ കണ്ടമാനം ഡൊണേഷനൊക്കെ കൊടുത്തിട്ട് ചേർക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇവർ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടാണ് വരുന്നത്. അടുത്ത കാലത്ത് നമ്മൾ RVG മേനോൻ എന്ന് പറഞ്ഞ പ്രശസ്ത ശാസ്ത്രജ്ഞനൊരു ലേഖനം എഴുതുകയുണ്ടായി. എഞ്ചുവടി അറിയാത്ത എഞ്ചിനീയർമാരെന്ന്. ഇന്ന് 4 കൂട്ടണമെങ്കിൽ ഇന്നത്തെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പോലും 4 എത്രയാണെന്ന് പറയാം, 16 എന്ന് പറയണമെങ്കിൽ മെഷീനറി വേണം, കാൽക്കുലേറ്റർ വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു സ്ഥിതിവിവരക്കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്ഥിതിവിവരക്കണക്കല്ല, നമ്മളുടെ സർക്കാരും ഏജൻസികളും എടുത്തുള്ള സ്ഥിതിവിവരക്കണക്കാണ്. എൻജിനീയറിങ്ങിന് ചേർന്നാൽ ഒരു 25% കുട്ടികൾ മാത്രമേ അത് പൂർത്തിയാക്കുന്നുള്ളൂ. ആ പൂർത്തിയാക്കുന്നവർ പോലും ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ ഒരുവിധം നല്ല ജോലി കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വളരെ താഴ്ന്ന ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ മാതാപിതാക്കളോ ഈ
ഈ അവസ്ഥ, ഈ സത്യം, അതായത് അവരുടെ ആ പരിസ്ഥിതി മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. മുമ്പേ ഗമിച്ചിടുന്ന ഗോക്കൾ തൻ്റെ പിമ്പേ ഗമിക്കുന്ന ബഹുഗോക്കളെല്ലാം എന്നുള്ള ആ തത്വം ഇന്ന് നമ്മളെ ഈ ന്യൂ ജനറേഷൻ എന്നല്ല, ഓൾഡ് ജനറേഷനായിട്ടുള്ള അവരുടെ മാതാപിതാക്കളെ കൂടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, എൻ്റെ ഒരു ഓഫീസറും കൂടിയായിരുന്നു, സാറ് ഈ സർക്കാർ സ്കൂളിലുള്ളപ്പോൾ സാറ് എന്തിനാണ് ഇങ്ങനെ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ ചേർത്തതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാർക്ക് പണി കിട്ടണമെങ്കിൽ അതിന് പോലും ഇങ്ങനെയുള്ള അംഗീകൃത സ്കൂളിൽ പഠിച്ചാലേ പിൽക്കാലത്ത് ഒരു ക്ലാർക്ക് പണി പോലും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ധാരണകളിലേക്കാണ് ആളുകളുടെ സങ്കല്പങ്ങൾ. പിന്നെ പലരും വിശ്വസിക്കുന്നത് ക്ലാർക്ക് പണി പോലെയുള്ള പണി, സിപായി എന്നുവെച്ചാൽ നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഇത് സിപായിമാരെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗുമസ്തന്മാരെ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പോൾ ഈ ഗുമസ്തന്മാരല്ലെങ്കിൽ ഇങ്ങനെ സിപായിമാരാകുന്നത് പിന്നെ വളരെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഉയർന്ന ജോലികൾ, അതായത് വലിയ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്താൽ മാത്രമേ അത് ജീവിതമാവുന്നു എന്നുള്ളൊരു തെറ്റായ ധാരണ കൊണ്ടാണ്. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് സഞ്ചരിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഗ്രാമീണ ഭവനങ്ങളിൽ ചെന്നാൽ അവരുടെ ജീവിതം എത്ര സന്തോഷകരവും സംതൃപ്തവും. പലരും അന്നന്ന് മാത്രം ജോലി ചെയ്ത് അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. പല ദിവസങ്ങൾ അവരുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലുള്ള സാഹചര്യം ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വളരെ ഹാർദരമായിട്ട് സ്വീകരിക്കും. അവരുടെ ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് നമ്മളെ വീർപ്പുമുട്ടിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. അതേ സമയത്ത് ഇന്ന് നേരെ മറിച്ച് സ്റ്റാറ്റസുള്ള കുടുംബങ്ങളാണെങ്കിൽ അതേ സ്റ്റാറ്റസുള്ളവർ പോയാൽ മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിന് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൂടിയായ ഒരാൾ ഒരു സംഭവം എഴുതിയിരുന്നു. അതായത് ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. അപ്പോൾ കുറേ കാലമായി എഴുതിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൾക്ക് ഒരു ജോലി വേണം. അപ്പോൾ ഇദ്ദേഹം അതിന് സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദിവസം സ്കൂട്ടറിൽ അദ്ദേഹവും ഭാര്യയും കൂടി അപ്പോയിൻമെൻ്റ് ഓർഡറും കൊണ്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയാണ്. സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ സുഹൃത്തും ഭാര്യയും മക്കളും ഒക്കെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹായ് ഡാഡി, ഹായ് അങ്കിൾ, ഹായ് പിന്നെ ആൻറ്റി എന്നൊക്കെ പറയുന്ന നേരെ നോക്കാതെ വെറുതെ കയ്യെ പുറകെ കാണിച്ചിട്ടാണ്. എന്നിട്ട് TV കാണുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ പോലും തയ്യാറല്ലാതെ ഇരിക്കുകയാണ്. അങ്ങനെ നിൽക്കെ ഇവർ വന്ന കാര്യം സസ്പെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി പറയാതെ അവർ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊണ്ടുപോയത്. അപ്പോൾ വന്ന കാര്യത്തെക്കുറിച്ച് എന്തിനാണ് എന്താണെന്ന് പോലെ ഉപചാരം പോലും തയ്യാറില്ലാത്തതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും സ്കൂട്ടറിൽ തന്നെ മടങ്ങുകയും പോകുന്ന വഴിക്ക് അപ്പോയിൻമെൻ്റ് കീറിക്കളയുകയും ചെയ്യും. അതുപോലെ വേറെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ ഉയർന്ന നിലയിൽ ഒരു കോളേജ് അധ്യാപകനും പിന്നെ പ്രിൻസിപ്പാളും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു ദിവസം ഒരു അമ്മയും മകനും തമ്മിൽ വഴക്ക്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി പുള്ളി ഒരു ദിവസം പോയപ്പോഴത്തേക്കും മകനെ വിളിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും അവിടെ അമ്മ TV കാണുമായിരുന്നു. മകൻ ചെന്നിട്ട് മകനും രണ്ടുപേരും TV കാണാനിരുന്നു. പരസ്പരം സംസാരിക്കില്ല, അമ്മയും മകനും. ഞാൻ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ കൊണ്ടുപോയ അധ്യാപകന് അതിൽ വലിയൊരു ജാള്യവും മടുപ്പും തോന്നിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അറിയാതെ ഈ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ TV ഓഫായപ്പോൾ എന്താ വന്നേ മോനെ, അമ്മക്ക് സുഖമാണോ? അപ്പോഴാണ് ഇവർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഒരു മുമ്പുള്ള മനുഷ്യബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്ന അണുകുടുംബങ്ങളാണ്. പണ്ടാണെങ്കിൽ ഈ കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് അതിനെ ഇടപെടാനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനും ആളുകളുണ്ടായിരുന്നു. ഇന്ന്
അവരവരെ ഞാനാ മൂത്തോ നീയാ മൂത്തോ എന്നുള്ളൊരു വാശിയിലാണ്, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയിൽ പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് പലപ്പോഴും സൈക്കാട്രിസ്റ്റുമാരുടെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തുന്ന സ്ഥിതിയിലോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ന്യൂ ജനറേഷൻ സിനിമയിൽ കാണുന്നത്. അടുത്ത ദിവസം ഇവിടെ നമ്മളെ ഒരു സിനിമ വന്നു. ആ സിനിമയിൽ ഇതുപോലെ ഒരു പകരം വീട്ടാൻ വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരു ഇതിലേക്ക് ക്ലൈമാക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ പക വീട്ടിയാണ് വിജയം എന്നുള്ളൊരു ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ ന്യൂ ജനറേഷൻ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, നമ്മൾ വലിയ കഴമ്പൊന്നുമില്ലാത്ത ഇങ്ങനെ ക്രിക്കറ്റ് ഹരം. ഇന്ന് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പാതിരാത്രി നടക്കുന്ന ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന കളികൾ കാണാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് യുവാക്കളിരിക്കുകയാണ്. എന്നാൽ ഇവരാരെങ്കിലും ഇവരെ പോലെ പ്രശസ്തരായി ഇതുപോലെ പണം കൊയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുകയോ ഇല്ലേ, അതിനെക്കുറിച്ച് അതുകൊണ്ട് എന്ത് നേട്ടം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഇങ്ങനെ അനാവശ്യമായിട്ട് പാഴാക്കി കളയുന്ന ഒരു ജനറേഷൻ. ഇതിന് പ്രധാന കാരണം ഇന്നലെ ഒരു CDSന്റെ ഡയറക്ടർ ഒരു അംഗൻവാടി വന്നപ്പോൾ പറഞ്ഞു, അംഗൻവാടിയിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പാടില്ലെന്നാണ് സർക്കാരിൻ്റെ ചട്ടം. അക്ഷരങ്ങൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാള അക്ഷരങ്ങളോ സ്വരങ്ങളോ വ്യഞ്ജനങ്ങളോ ആൽഫബറ്റോ പഠിപ്പിക്കാൻ പാടില്ല. അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നത് അവർക്ക് തോന്നുന്ന പാട്ടാണ്. കുട്ടികൾക്ക് അവർ തന്നെത്താനെ എന്തെങ്കിലും പാട്ട് പാടും. ആ പാട്ട് പാടിപ്പിച്ച് അവരെ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ മുതിർന്നവർ കുറേ പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാട്ടുകളാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി വളരുന്നത് 6 വയസ്സ് വരെയാണ് അതിൻ്റെ തലച്ചോറിൻ്റെ പ്രധാന വളർച്ച. ആ സമയത്ത് നമ്മൾ അവരെ തലച്ചോറിലേക്ക് ഒന്നും കുത്തിവെക്കരുത്. പക്ഷേ ഇന്ന് നമ്മൾ 2.5 വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ സ്കൂളുകളിൽ പിന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവരെ ഉറക്കം പോലും കഴിയുന്നതിന് മുമ്പ് കുട്ടികളെ ബലമായിട്ട് കാറിലും വണ്ടികളിലും കയറ്റി അയച്ച് അവരെ ബാല്യവും യൗവനവും നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് അച്ഛനമ്മമാരോടും ഗുരുക്കന്മാരോടും ലോകത്തിനോടും വെറുപ്പും വൈരാഗ്യം. കാരണം അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ നഷ്ടപ്പെടുന്നു. ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നതല്ല എന്നുള്ളതാണ് വളരെ ദയനീയവും ഖേദകരവുമായ സംഭവം. അപ്പോൾ ഇതിനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ചില നീക്കങ്ങൾ, നിയമനിർമ്മാണങ്ങൾ, ഇന്ന് വിദ്യാഭ്യാസം ആർക്കും നടത്താം, എന്തും ചെയ്യാം. ഇന്നിപ്പോൾ സ്വയംഭരണ കോളേജുകൾ അനുവദിക്കാൻ പോകുന്നുണ്ട്. സ്വയംഭരണം ഉള്ളതിന് മുമ്പ് തന്നെ പല സ്ഥലത്തും ഇന്ന് പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് പിന്നെ ഒരു ഫോം പൂരിപ്പിക്കാനോ ഒരു പെറ്റീഷൻ തയ്യാറാക്കാനോ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ എല്ലാവരും 100-ൽ ഒരാൾ വിദേശത്തോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലെ ജോലിക്ക് പോകുന്നെന്ന് കണ്ടിട്ട് എല്ലാവരും അവിടെ ജോലിക്ക് പോകുന്നുള്ള ധാരണയിലാണ് നമ്മുടെ മാതാപിതാക്കൾ മത്സരിക്കുന്നത്. പക്ഷെ പലരും അതിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ടാൽ പഠിക്കാത്തവൻ കൊണ്ടാൽ പഠിക്കുമെന്ന് നമ്മളൊരു മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്. പക്ഷെ ഇന്ന് കണ്ടാലും പഠിക്കില്ല, കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാരണം നമ്മൾ പത്രം തുറന്നു നോക്കിയാലും TV തുറന്നു നോക്കിയാലും കബളിപ്പിക്കപ്പെടുന്ന വാർത്തകൾ. വലിയ ഉന്നത ഈ ശബരിനാഥൻ്റെ തട്ടിപ്പിൽപ്പെട്ടത് വലിയ ഉന്നത നിലയുള്ള ഒരു MBBS ഡോക്ടറാണ്. കോടിക്കണക്കിന് രൂപയാണ് അവരുടെ തട്ടിപ്പിനിരയായത്. അതുപോലെ കോളേജ് അധ്യാപകർ, മാഞ്ചിയം ഗോഡ് ഫാം എന്നുള്ള ഇവരൊക്കെ വലിയ UGC സ്കെയിൽ വാങ്ങിയാന്ന് പറഞ്ഞാൽ ഉന്നത ബുദ്ധിശാലികളും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞിട്ടാണ് UGC ഇങ്ങനെ ഒരു ഉയർന്ന
ശമ്പളമൊക്കെ ഇവർക്ക്. അതിന് ഒരു യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ യോഗ്യതകളൊക്കെ കടലാസിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവർക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഈ ഈ അധ്യാപകർ തന്നെയാണ് ഗോഡ് ഫാമിലും മാഞ്ചു ഫാമിലും നിക്ഷേപിച്ചിട്ട് ലക്ഷങ്ങൾ കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാർ, ഇന്നിപ്പോൾ നമ്മൾ ഒരു കാലത്ത് വലിയൊരു ബുദ്ധിജീവി കൂട്ടായ്മ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ കൂടുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, പ്രമേയം പാസ്സാക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും വാ തുറക്കണോ വേണ്ടേ എന്ന് വളരെ ആലോചിച്ചിട്ട് ഇന്ന് ബുദ്ധിജീവി എന്നുള്ളതിന് അർത്ഥം തന്നെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവൻ എന്നൊരു നിർവചനം തന്നെ വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല. ബുദ്ധിജീവികളെന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറഞ്ഞു വരുന്നു. അവർ ബുദ്ധി ഉപയോഗിക്കുന്നത് അവരുടെ സ്ഥാനമാനങ്ങൾക്കും അവരുടെ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ കപട ബുദ്ധിജീവികളാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ വലിയൊരു ശാപമായിട്ട് തീർന്നിരിക്കുന്നത്. മാർഗദർശനം കൊടുക്കേണ്ട RVG മേനോനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആനന്ദിനെ പോലെയുള്ള ആൾക്കാരുടെ അഭാവം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ അധികം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമുക്കറിയാം, ഔപചാരിക വിദ്യാഭ്യാസമല്ലാതെ കനവ് ബേബി, പിന്നെ സാരംഗി ഗോപാലകൃഷ്ണൻ, വിജയലക്ഷ്മി ഗോപാലകൃഷ്ണൻ, ഇവരൊക്കെ സ്വന്തമായിട്ട് വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്. അവിടുത്തെ വിദ്യാലയങ്ങളിൽ ബ്ലാക്ക് ബോർഡില്ല, ഓഫീസില്ല, ക്ലാസ് റൂമില്ല. എന്നിട്ട് അവർ സമൂഹത്തിൽ ഇന്ന് ഔപചാരിക വിദ്യാഭ്യാസം കിട്ടുന്നവരെക്കാളും വളരെ മിടുക്കന്മാരായിട്ട് വരുന്നത് നമുക്ക് കാണാം. ഞാൻ തന്നെ കനവിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവരുടെ കഴിവുകളെ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണം മുടക്കി, ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഇന്ന് കാണുന്ന വിദ്യാഭ്യാസം എന്തിനു വേണ്ടി, അത് ആർക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കച്ചവടമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. കാരണം പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ അമിത പണം ഈടാക്കി, എന്നാൽ യോഗ്യതയില്ലാത്ത പലരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കുന്ന പല ട്യൂട്ടർമാരും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ MBBS ഡിഗ്രി പോലും ഇല്ലെന്നുള്ളത് നമ്മൾ പത്രത്തിൽ വായിച്ചു കാണും. അപ്പോൾ പറയുന്ന അവരുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, അതൊരു കോപ്പറേറ്റീവ് വെഞ്ചറാണ്, സർക്കാരിൻ്റെ ഉടമയിലുള്ളതല്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇതിന് MBBS വേണ്ട. ഇവരൊക്കെ കോടതി ചെന്ന് അതിനുള്ള ഉത്തരവുകൾ വാങ്ങിച്ചുകൊണ്ട് വരും. ഈയിടെ തന്നെ നമുക്കറിയാം, പല സർവകലാശാലയിലും വിവാദങ്ങളിൽ അംഗീകൃത യോഗ്യതയില്ലാത്തവരാണ് VCയും രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും തമ്മിലടി. ഇതെല്ലാം വെറും വില കുറഞ്ഞ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ തെരുവ് പട്ടികളെ പോലെ കടിപിടി കൂടുതൽ. തെരുവ് പട്ടികൾക്കെന്ന് പറഞ്ഞാൽ വീട്ടിലെ പോലെ കൃത്യസമയത്ത് കൃത്യ അളവിൽ ആഹാരമൊന്നും കിട്ടില്ല. വല്ലവരും വലിച്ചെറിഞ്ഞ് കിട്ടുന്ന വേസ്റ്റിന് കടിപിടി കൂടുന്ന പോലെ ഇവരും ഇതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി പെടുന്ന. അപ്പോൾ ഇന്നത്തെ വലിയ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ സൂചക്കാർ മണി കിട്ടും. ഇതിനെയൊക്കെ ഇത് പരിഹരിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? അങ്ങനെ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ പരമാവധി ആ സ്ഥാനങ്ങൾ നിഷ്കാതിരരാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിന്ന് കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കപട ബുദ്ധിജീവികൾക്ക് അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കാൻ അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അവർ ഇങ്ങനെ വരുന്ന ആളുകളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുകയും അവരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും. നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് ഹോമി ജെ ബാബയുടെ ഒരു പ്രശ്നം. ഹോമി ജെ ബാബ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെ ക്രയോജനിക് വിദ്യയെക്കുറിച്ച് അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അദ്ദേഹത്തിന് ഒരു ഗൂഢാലോചന വഴി ഒരു
പ്ലെയിൻ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്രിമ ആക്സിഡൻ്റ് ഉണ്ടാക്കി വധിച്ചു കളഞ്ഞതെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ഉള്ള ആളുകൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നതിന് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗക്കാർ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കും. നമുക്ക് അറിയാം, അടുത്ത കാലത്ത് നമ്മളിവിടെ നടന്ന ചാര കേസ് എന്ന് പറഞ്ഞു. ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് അതിൽ യാതൊരു കഴമ്പും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അതിലും ഇതുപോലെ ഈ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഇതുപോലെ ക്രയോജനിക് വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കി വരുന്ന ഒരാളായിരുന്നു ഈ നമ്പി നാരായണൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്യാതെ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എന്നിട്ട് അങ്ങേർക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. അതായത് ഒരു ആളുടെ ജീവിതത്തിന് വില കൽപ്പിച്ചിരിക്കുന്ന സർക്കാർ പോലും അല്ലെങ്കിൽ കോടതി പോലും വില കൽപ്പിച്ചിരിക്കുന്ന 10 ലക്ഷം രൂപയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കഴിവുള്ള ആളുകൾ ഈ രാജ്യത്ത് അവരെ കഴിവുകൾ വിനിയോഗിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് അറിയിക്കുന്ന അംഗീകാരമോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമോ ഒന്നും കിട്ടുന്നില്ല. ഇത് തന്നെയാണ് നമ്മളെ ന്യൂ ജനറേഷനും പഴയ ജനറേഷനും തമ്മിലുള്ള കാതലായ വ്യത്യാസം.